അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി രണഭൂമിയിൽ അടരാടിയ ഒരു പ്രമേയം ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. വാളെടുക്കാനല്ല, കഠാരയെടുക്കാനല്ല, കത്തിയെടുക്കാനല്ല, ബോംബുവാദത്തിന് വേണ്ടി കടന്നു വരാനല്ല, ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ടല്ല, മനുഷ്യരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ചെറിയ നോട്ടം പോലും നോക്കാൻ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ചെറിയ ഒരു പ്രതിരോധം അനിവാര്യമായി വന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ നീ പ്രതിരോധിക്കേണ്ടത് നിന്റെ സ്വർഗം നഷ്ടപ്പെടുന്ന, നിന്റെ പരിസരത്തുള്ള പാപങ്ങളുമായി വലിയ അലങ്കാരത്തോടെ പിശാച് കടന്നു വരുമ്പോൾ ആ പിശാചിനെ പ്രതിരോധിക്കാൻ നീ വാളെടുക്കണം. അതിനാ നീ വിജയം കണ്ടെത്തേണ്ടത്. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം കടന്ന് മടങ്ങി വന്ന സഹാബികളോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, യാ സഹാബ, ഞാനൊരു കാര്യം പറയട്ടെയോ, നമുക്ക് വലിയ ഒരു യുദ്ധം ചെയ്യാനുണ്ട്, വലിയ ഒരു യുദ്ധം നമുക്ക് ചെയ്യാനുണ്ട്. അത്ഭുതമായി സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഇതിനേക്കാളും വലിയ യുദ്ധം വേറെ ചെയ്യാനുണ്ടോ? നമ്മളിൽപ്പെട്ട പല ആളുകളുടെയും ശിരസ് കബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു, നമ്മുടെ പല ആളുകളുടെയും കരങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു, നമ്മുടെ കൂട്ടത്തിലുള്ള പല ഉമ്മമാർക്കും മക്കളില്ലാതെ പോയി, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരന്മാരില്ലാതെ പോയി, നമ്മളിൽപ്പെട്ട പല സഹോദരിമാർക്കും അവർ വിധവകളായി അവരുടെ പ്രിയപ്പെട്ട പ്രാണപ്രയസന്മാരായ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ സമ്പത്തിനെ അപഹരിച്ചു പോയി, നമ്മുടെ രക്തത്തിൽ കുളിച്ച് ഈ കരയിൽ നിന്നും കയറി വരുമ്പോൾ ഇതിനേക്കാളും വലിയ യുദ്ധമേതാ ഹബീബായ നബി എന്ന് സ്വഹാബികൾ ജിജ്ഞാസയോടെ ചോദിക്കുമ്പോ ആരംഭപ്പൂവേ അമ്പഴത്തിങ്കൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മക്കളെ, ഇതൊരു വലിയ യുദ്ധമൊന്നുമല്ല. പിന്നെ ഏതാ വലിയ യുദ്ധം? ആ വലിയ യുദ്ധം നമ്മളെ പാപം ചെയ്യണമെന്ന് തോന്നുമ്പോൾ, പിശാച് നമ്മളെ വലയിലാക്കാൻ വരുമ്പോൾ, ആ പിശാചിനോട് ചെയ്യുന്ന, സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദ് ഉണ്ടല്ലോ, ആ ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അക്ബർ ജിഹാദാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത്. ഏറ്റവും വലിയ ജിഹാദിലാണ് നമ്മൾ വിജയം കണ്ടെത്തേണ്ടത്. അള്ളാഹുമായിട്ടടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിഹാദ് നടത്തണം. ആത്മാർത്ഥമായിട്ട് സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നമുക്ക് നിസ്കരിക്കണമെങ്കിൽ ഒരു ചെറിയൊരു ജിഹാദായത് അല്ലേ? തണുപ്പുള്ള സമയം, പടച്ചവന് വേണ്ടിയിട്ട് ആ സമയത്ത് എഴുന്നേൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് റബ്ബിന് വേണ്ടി ചെയ്യുന്നൊരു ജിഹാദാ. ആ പോരാട്ടത്തിന് നീ വിജയം കണ്ടെത്തണം. എന്നാലും നിനക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും.